ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ യമ ഗെയിമിംഗ്. ഞാനിതാ നമ്മുടെ പോക്കിമോൺ എമറാൾഡ് ഹൈപ്പറിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായി തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഗെയിം ഇതാ സ്റ്റാർട്ടായിട്ട് നമ്മളിപ്പോൾ ആദ്യം നമ്മളെ HM കിരീടമൊക്കെ കൊടുക്കുകയാണ്. ആർക്കെങ്കിലും കട്ട് കൊടുക്കണ്ടേ, നാളെ നമുക്ക് ഇനി ബാക്കി പോകാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ ലാസ്റ്റ് ഇതിൽ നമ്മളെ ആ ടീം ആക്വൻ്റെ എടുത്ത മറ്റേ ഡേവൻ എന്തോ ഒരു കോപ്പറേഷൻ അവൻ്റെയൊക്കെ എന്തോ സാധനം മോഷിച്ച് പോയി ഉണ്ടായി. അപ്പോൾ നമ്മളോട് അത് കണ്ടുപിടിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു ആരോ നമ്മളിപ്പോൾ ചലഞ്ച് ചെയ്യണം. ഡേവൻ റോക്കൻ റോള അതിൻ്റെ നമ്മൾ ഡ്രാഗൺ ബ്രീഡ് കിങ് യൂസ് ഡ്രാഗൺ ബീറ്റ് ഒറ്റടിക്കാൻ ശബ്ദമിട്ട നമ്മൾ നോക്കൗട്ട് ആക്കി കൊടുത്ത് കിങ് ഇതാ ഡെവലപ്പ് ആയിണ്ടേ. എന്താ പറയുക, ഹിറ്റ് ചേഞ്ച് ചെയ്യാം. നമ്മൾ വിരുവിനെ പറഞ്ഞേക്കാം. വിരുവിനും കുറച്ച് കളിക്ക് കിട്ടണ്ടേ. വിരു വേറെ നല്ല പോക്കിമോണാണ്. അവളെ ഈ ജിമ്മ് അവൾ കഴിഞ്ഞ ജിമ്മി എത്ര ടഫുള്ള കഴിഞ്ഞാൽ അറിയാം. ഈസി എടുത്തന്നെ നമ്മളെ വിരുവാണ് ലാസ്റ്റ് എത്തിയപ്പോൾ. വിരുവിനെ നമ്മളെ പവറാക്കിയപ്പോൾ അവൻ വേറെ ലെവൽ കളി കഴിഞ്ഞ് വിരു ഇതാ ഡെവലപ്പ് ആയിണ്ടേ. ബാക്കിയുള്ളവരും ഡെവലപ്പ് ആവുന്നുണ്ട്. ആ 400 രൂപ കിട്ടിയത് നമുക്കപ്പോൾ. എന്താ ഇയാളെന്ത് ടനൻ്റെ എന്തൊക്കെ സൗണ്ട് കേട്ടിരുന്നായോ? ആ ഇവന്മാർക്ക് ടനൻ്റെ പിന്നെ നിങ്ങൾ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോകുമ്പോൾ പിന്നെ സൗണ്ടൊക്കെ കേൾക്കുകയേ. എന്താണ് ചെറിയ കുട്ടികളാണോ? പോക്കിമോണൊക്കെ ഉള്ളതല്ലേ പവർഫുള്ള്. എന്താണ് അവിടെ ഒരു ഓണുണ്ടല്ലോ, അതിൽ കൂടെ കടന്നു പോകാൻ നമുക്ക് പറ്റും. അതെന്താ നമ്മൾ വഴി കിടന്ന് ഒരു HP അപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വഴി കിടങ്ങനെ ആരാണതൊക്കെ കളിച്ചാണ്. അത് മറ്റേ നമ്മളെ അയാളല്ലേ ബിർണിയ. നാളെ നമ്മൾ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേലൊക്കെ ഇനി നമ്മളെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കാനുള്ള ആളാണ് അയാൾ. നമ്മളതിൽ കളിച്ചിട്ടുണ്ടല്ലോ. എന്ത് സൗണ്ട് കേൾക്കേ, പിന്നെ സൗണ്ടൊക്കെ കേൾക്കും ടൗണലിൻ്റെ ഉള്ളിൽ നിന്ന്. ഏതോ പോക്കിമോൺ വന്നിട്ടുണ്ട്. ഏതാ റോക്കൻ റഫ്. എനിക്ക് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് പോക്കിമോണാട്ടോ വന്നിക്കണേ. ഇത് ഞാൻ എന്തായാലും പിടിക്കും. എംബറർ കൊടുത്തേക്കാ ചാവല്ലേ. എംബർ ചത്തിര. എന്തായാലും റോക്കർ റഫേ എന്നെ പോക്കിബോൾ ഗോ പോക്കിബോൾ. കയറി വായോ. വന്നില്ല. എന്താണ് കയറി വായോ എന്ന് പാട്ട് കാണാൻ തുടങ്ങിയപ്പോഴത്തേനും വന്നില്ല. എന്താണ് മിസ്റ്റി ടെറൈൻ എഫക്റ്റ്? അതെന്ത് എഫക്റ്റ്? വാ. ഓക്കെ ഗായ്സ്, നമ്മൾ റോക്കൻ റഫിനെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല പോക്കിമോൺ. അവൻ്റെ വേറെ ഇവരാഴ്ച എന്തേഞ്ഞ് ഒരു പേരുണ്ട്, ഓർമ്മ ചെയ്യട്ടെ എന്തേഞ്ഞെന്ന്. അത് എന്തേ വെച്ചാൽ അവണ പേര് എന്തോ റോക്ക് ടൈപ്പ്, ജസ്റ്റ് റോക്ക് ടൈപ്പാണ്. ടാക്കിള് ഡബിൾ ടീം. അറ്റാക്കൊക്കെ വളരെ മോശമാണ് ഇപ്പോൾ. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നിൽ കയറിയാൽ നല്ലോണം ആവുമെന്ന് തോന്നുന്നു. നല്ലതൊക്കെ അതാ ഞാൻ വേറെ ഏതോ പോക്കിമോൺ വന്നുണ്ട്. ജിയുടെ അടിയതൊന്നും വേണ്ട. എന്ത് പൊട്ട പോക്കിമോണാ വേറെ ഏതാ നീ വേറെ? അവിടെ ഒന്നും പോക്കിമോണൊന്നും ഇല്ല. പിന്നെയും ജിയോടെ എന്താണ് ജിയോട് കൂടെ? നീ ഒരു ഡൂഡല്ലേ, നല്ലൊരു ഡൂഡ് ആവ്. എന്ത് ഡൂഡാണ് നീ? അതെന്ത് അവൻ പിന്നെ എന്താടാ പേടിച്ച് വേണം? മറ്റുള്ളവരെയൊക്കെ ഒന്ന് പോക്കിമോണൊക്കെ മോഷിച്ചിട്ട് നീ പേടിച്ച് വേണാ കൂക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡൈലി കളിക്കടാ. വാടാ. എന്ത് ഷെലോസാ? ഒറ്റ പോക്കിമോണേ ഉള്ളൂ. ഷെലോസ് പവർഫുൾ പോക്കിമോണില്ല. ആകെ 15 ലെവലുള്ളൂ. പിന്നെ 20 വാട്ടർ ടൈപ്പ്. ഞാൻ ഇപ്പം തന്നെ വല്ല തെറിമിൾ ചെയ്യുന്നത് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. എന്താണ് എല്ലാ വാട്ടർ ടൈപ്പാണ് കേട്ടോ ഇത്. എപ്പോഴും വാട്ടർ ടൈപ്പ് പോക്കിമോൺ. നമ്മളെ കിങ്ങിന് എന്താണ് അവസ്ഥ എന്നറിയാം. എപ്പോഴും ഓൻ്റെ എതിരെ വാട്ടർ ടൈപ്പ് പോക്കിമോണൊക്കെ വരിക, അല്ലെങ്കിൽ റോക്ക് ടൈപ്പൊക്കെ. കിങ് തീരും ഇപ്പം ഇങ്ങനെ പോയാൽ. അതുകൊണ്ടാണെങ്കിൽ എന്താ ഇത്ര പോഷൻ അബേറിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക. റിക്കവറാണല്ലോ. എത്രയാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് HP കളയണത്. അപ്പോൾ ഉണ്ട് പാരലൈസ് ആയിട്ട്. അത് നല്ലൊരു കാര്യം. വാട്ടർ പാൾസ് പിന്നെ സൂപ്പർ എഫക്റ്റ്. നമ്മളെ കിങ് തീർന്നേ. നമ്മൾ വീരുവിനെ പറഞ്ഞേക്കുക. വീരു അല്ലാതെ വേറെ ആരും ഇവിടെ. വീരു മോനെ ക്രിട്ടിക്കൽ ഹിറ്റ്. ഫാൻഡം ലെവലപ്പ്, റോക്രാഫ് ലെവലപ്പ്. $300. എന്താടാ ഈ പിച്ചക്കാരനാണോ?
എന്തൊക്കെയോ ഇതാ തോറ്റ് കഴിഞ്ഞതിന് ശേഷം കുറേ അനാവശ്യമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഏവൺ കൊടുത്ത് മറ്റേ കിളവൻ വന്നുകൊണ്ട് അതിൻ്റെ പീക്ക് ഡാർലിങ് അവൻ അങ്ങോട്ട് എന്തോ ഒരു സാധനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി ആ പോക്കിമോനെ. താങ്ക് യു. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തേ നമ്മളിനി അടുത്ത ഐലൻഡിലൊക്കെ ഉണ്ടാക്കുമല്ലോ, അത് നല്ല കാര്യം. അത് കാരണം വിട്ട് കളയണ്. അവിടെ ഇനി പോവാം. ഇതെന്താ ഒരു മെഗോസ്റ്റോൺ അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഇത് പോക്കിമോൻ്റെ ആവോ. അതെന്ത് എന്തെങ്കിലും പറയണ ഇന്നല്ലേ വിളിക്കണ സംസാരിക്കുന്നത് അവനെന്ത് വെറുതെ അത് ഏത് കഥ എന്ന് പറയണ ഡേഫോർഡ് പിന്നെ ഇതോ റെസ്റ്റ് എന്തേത് അതൊന്നും അറിയണ്ടേ പറയാൻ അത് മതി. ഇനി എന്തൊക്കെയാണ് ഈ പറയണേ മെഷീൻസാ ടണൽ കുഴിച്ചുകൊണ്ടിരിക്കും മെഷീൻ. അപ്പോൾ പോക്കിമോണിന് എന്തോ പറ്റിയെന്ന് കരുതി അവന്മാർ നിർത്തിയെന്ന് വേറെ. നമ്മൾ ആദ്യമായിട്ട് ട്രീനെ കട്ട് ചെയ്യാണ് HM കിട്ടിയിട്ടാ. ഇതെന്ത് ചാർമീലിയൻ? ഞാൻ ചാർമീലിയനല്ലേ കൊടുത്തത്, കിരീട്ടൊക്കെ ആണല്ലോ കൊടുത്തത്, ചാർമീലിയനല്ല അതെന്ത്? ആരാ നമ്മളെ ചലഞ്ച് ചെയ്യണ? 2 പേരാ. 2 സ്ഥലത്ത് നിന്ന് പൊടിക്കുകയാണ് ഡമ്മന്മാർ വഴി കാത്ത് നിൽക്കാതെ ഒന്ന് നമ്മൾ അതിൽ ഏതൊക്കെ പിക്കാച്ചു പിന്നെ എവിടെ നമ്മൾ ഡബിൾ കിക്കും ബ്രാഞ്ച് പോക്കും അതും കൂടെ. ഡബിൾ കിക്ക് വീരുക നോട്ട് എഫക്റ്റ് ചെയ്യും. എന്നിട്ട് ഇത്ര ചെയ്യും അങ്ങനെ പീക്കാച്ചു തീർന്നു. പീക്കാച്ചു സ്റ്റാറ്റിക്. ഇതാണ് ഇവന്മാർക്കൊക്കെ ഉള്ള നാച്ചർ. ഇതിൻ്റെയൊക്കെ ഓരോ പ്രശ്നമാണ് കേട്ടത്. എന്താണല്ലത്? പീക്കാച്ചേ പോയി. ഇനി ഏതാ വരുന്നത് അടുത്ത പോക്കി? റൈച്ചുവും അതൊക്കെ കണ്ട പീക്കാച്ചും റൈച്ചൊക്കെ 11 ലെവലിൽ. ഇതൊക്കെ എവിടെയാണ് നമ്മൾ? അതിൻ്റെ ഒന്ന് സമയമായിട്ട് ചെയ്യുക. ഇപ്പോഴാണ് അവന്മാരൊക്കെ കൊണ്ടുവരുന്ന അവന്മാർ എന്ത് സ്വഭാവമാണ്. നമുക്ക് ഇനിയും ലഭ്യ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇനി ഇവോൾവ് ചെയ്താലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പണിയാവും. ചാവടാവുന്ന എന്താണ് ബെറി യൂസ് ചെയ്തിട്ടാ. എന്നിട്ട് കണ്ട ബെറിയൊക്കെ യൂസ് ചെയ്യണേ. നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അമ്മമാർ ബെറിയൊക്കെ യൂസ് ചെയ്യുക. പീക്കാച്ചു റൈച്ചു വെറുപ്പുണ്ട്. അത് ഏത് പോക്കിമോ? ഞാൻ അങ്ങനെ കാണാത്ത പോക്കിമോണാണല്ലോ. റൈച്ച് തീർന്നിട്ടാ. നമ്മൾ വിരിയും പാൻറ്റോ നല്ല കളിയാട്ടാ കളിക്കണ. ഈ ബൈറ്റ് ചെയ്യണം 100 സെട്രസ് വേറെ സ്റ്റോർ ഹെൽത്ത് ഫ്രഞ്ച് വേഗട തീർക്കട കളി തീർക്ക്. എന്ത് 4400 വാട്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ട് വേറെ കിട്ടിയുന്നതാണ് കേട്ടാ പ്രൈസ്. ഇത് അമ്മാരേക്ക് കൾച്ചർ എന്തെങ്കിലും കൊണ്ടുണ്ടേ. ഇതെന്ത് ബനായിൽ ബെക്ക് വേണ്ട ഷൈനി പോലെയല്ല. 4400 എന്താണല്ലേ വേറെ. ഞാൻ റിച്ച് അങ്ങനെ പോയാൽ എല്ലാവരും ഇങ്ങനെ തന്നാലേ എന്ത് ഇനിയിപ്പം ഞാനതോ ബഗ്ഗാന്നാ വിചാരിച്ചത്. എന്താണ് എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലോ കട്ട് എന്താവും എങ്ങനെയാവും? അത് പിന്നെ എനിക്ക് മാരിന് ബ്രാഞ്ച് പോക്ക് ഹെൽപ്പിങ് ആണ്. ഇതൊക്കെ ഏതില്ലേ അബിലിറ്റി അടേ ഒന്നിരുന്നേ. നമ്മൾ വിരു നല്ല പവറാണ്. പവർ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പവർ. വീരുവിന് എന്തൊക്കെയാ റോക്ക് ക്രാഫ് പിന്നെ ലെവലായതുകൊണ്ട് എന്തോ അറ്റാക്ക് റോക്ക് ത്രോ എന്തായാലും വേണം. നല്ലൊരു അറ്റാക്ക് ക്ലിയർ കളയാം. അതൊന്നും ആവശ്യമില്ലാത്ത എന്താണ് റോക്ക് ത്രോ ലേൺ ചെയ്തിട്ടുണ്ട്. 300 ഞാൻ കൊതിച്ച് പോയടുത്ത് ഒരു 4000 കിട്ടുമെന്ന് വിചാരിച്ചു. നീ ഒരൊറ്റ മാത്രമേ റിച്ച് ഉള്ളൂ. ഇത് എന്ത് കിങ്? ഇതും കിങ് തന്നെ. ഇതെങ്ങനെ? അത് നമുക്ക് ഇങ്ങനെ ചെയ്താക്കിയാലോ, മാറ്റിയാലോ, ഫ്രണ്ട് ഉള്ളവനെ എന്നിട്ട് വീരയാക്കിയാലോ. അപ്പോൾ കട്ട് ചെയ്താൽ ആരാ വരിക? ഓക്കെ. ഗായ്സ് ഇപ്പം മനസ്സിലായി. ഫ്രണ്ട് ഉള്ള ആളാ. മറ്റേ പോക്കിമോണിൻ്റെ ഇത് വേറെ ആളെങ്കിലാണെങ്കിൽ കട്ട് ചെയ്യുക ഫ്രണ്ട് ഉള്ള ആളാ. മനസ്സിലായി. അതാണല്ലേ ഇപ്പം മനസ്സിലായ ഫ്രണ്ട് ഉള്ള ആളെ. ഇത് നമ്മൾ ഈ ബെറീസൊക്കെ വെക്കുക, ചെസ്റ്റ് ബെറിയ അതൊക്കെ എന്ത് ബെറി അറിയും?
ഒന്ന് വേഗം പിക്ക് ചെയ്ത്. നമ്മളിത് ഫാസ്റ്റ് ഡബിളിലാടുന്നത്, എന്നിട്ട് പോലും ഒക്കെ പതുക്കെയാണ്. പെക്കാബേറി പിന്നെ പൈനാപ്പിളാണ്, പൈനാപ്പിളാണത്. എന്തൊക്കെ ബെറീസാണ് നമുക്കറിയുക. പൈനാപ്പിളിൻ്റെ ഷോർട്ടാവില്ല പൈനാപ്പിൾ ബെറി. എന്താ അവിടെ വേഗം ചെയ്യാം. നമ്മൾ തിരിച്ച് മറ്റേ അയാളെ കണ്ടിട്ടാണ് നമ്മളോട് സഹായം ചോദിച്ചത്. ആദ്യം ഒരാളെ ഇയാൾ ഒരു തവണ സഹായിച്ചത്, പിന്നെയും തമ്മിൽ സഹായിച്ചത്. എന്തായാലും സഹായിച്ചാൽ ഒരു ഗുണമുണ്ടല്ലോ, ഗ്രേറ്റ് ഗോളൊക്കെ കിട്ടിയിട്ടുണ്ടേ. ഇയാൾ ഒരു ഉത്തരവാദിത്തം ചെയ്യാത്ത എംപ്ലോയി ആണെന്ന് ഞാൻ പറയും. ഇയാളൊക്കെ പലതും നഷ്ടപ്പെട്ടു കൊണ്ട് ഇടക്കിടക്ക്. പക്ഷേ ഇനിയിപ്പോൾ കണ്ട നീ ഇയാളൊക്കെ ഇത് പിന്നെ നഷ്ടപ്പെട്ടു. ഇറസ്പോൺസിബിൾ പേഴ്സൺ. അത് കാരണം നമ്മളോട് സഹായം ചോദിക്കുക. എന്ത് കാര്യം, പ്രസിഡൻറ്റ് കാണണമെന്ന്. ഒരു ചെറിയ ഇതിന് വേണ്ടി പ്രസിഡൻറ്റിൻ്റെ അടുത്തൊക്കെ പോകണം, വേറെ ലെവല്. ഇതൊക്കെയാണ് പ്ലോട്ട് ആർമർ നമ്മളെ കൊണ്ട്. എന്താ അവിടെ പിന്നെ എന്നിട്ട് ഒരു ലെറ്റർ, പിന്നെ അതിൻ്റെ കൂടെ ഒരു ലെറ്ററും കൂടി. എന്താണ് ഓസിന് നമ്മളെപ്പോട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറയട്ടെ. എന്താണ് ഓസിനല്ല ഇയാളെന്തോ തരുന്നുണ്ട്. പോക്കിനാവ്, അതൊരു കാര്യം. നല്ല നാവിഗേറ്റർ ടൂള്. എന്തായാലും അങ്ങനെ നല്ലൊരു കാര്യം ചെയ്തല്ലോ നമുക്ക് ചെന്നിട്ട്. 2 കാര്യം ചെയ്യാം. അത് നമ്മൾ എന്തായാലും ഇയാൾക്ക് മാഗിയൊക്കെ നമ്മളങ്ങോട്ട് തോൽപ്പിച്ച് അവരെ എന്നേക്കുമായി ഡിസ്ട്രോയ് ചെയ്യുക അവരെ ഉദ്ദേശം. അതാണ് നമ്മൾ. അതിനെന്താ വിസിറ്റ് കേച്ചൻ എന്ത് ചേർന്ന എന്താണ് അതെന്താ ഒരു മെഗാ സ്റ്റോൺ പിജിയോട്ട്. പിജിയോട്ടിൻ്റെ കാർക്കാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ ഓക്കെ നീ ഒരു ക്യാച്ച് ചെയ്യണം ഒന്നിനെ. അതൊന്നും വേണ്ടി വരും തോന്നി. അതിൻ്റെ ഒന്നും കുറേ ലെവൽ കപ്പ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ട്. അതെന്ത് വേറെ റിസർച്ചർ എന്താ പുതിയ എന്തോ ഫീച്ചർ ആക്കിയിട്ടുണ്ടെന്ന്. നമ്മളോട് ചെയ്യണമെന്നാ. വേണ്ട എന്നാൽ ചെയ്തോ നീയൊന്നും ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കുകയല്ലോ. നിനക്കൊക്കെ എന്താണ് സ്വഭാവങ്ങളല്ലേ. പ്രസിഡൻറ്റിന് എന്നിട്ട് കോൾ ചെയ്യണമെന്ന് നീ ചെയ്തിട്ടാ. പ്രസിഡൻറ്റിനെ ഒന്ന് കോൾ ചെയ്തേക്കാം. എന്താ ഇയാൾ കണ്ട അയാളെ വിൻഡോൻ്റെ മേളെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കുക എന്ന് പറഞ്ഞിട്ട്. എന്ത് കളാണല്ലേ ആളൊക്കെ. സ്വന്തം കാര്യങ്ങൾ സാധനങ്ങളൊന്നും കറക്റ്റായിട്ട് ഇതാക്കാൻ പറ്റിയോ ഒക്കെ കയ്യിൽ നിന്ന് പോയിക്കണ് പലതും. അങ്ങനെ ഓരോ നഷ്ടപ്പെട്ട്. എന്നിട്ടും ഒടുക്കത്തെ ചിരിയാണ്. പോക്കിമോൺ സെർച്ച് അതൊക്കെ എന്താണ് മാപ്പ് നോക്കാം. മാപ്പ് എന്തായാലും കുറച്ച് നോക്കി നോക്കാം. വേറെ മാപ്പ്. ഓക്കെ ഇനി നമ്മൾ എവിടേക്കാണ് പോവുക? അതാരും മെയ്യ എന്താണ് അവിടെ ചെയ്യണേ? ഞങ്ങൾക്കതൊക്കെ കിട്ടീന. നിനക്കും അത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ പോക്കിമോണിനെ ഓരോ സാധനങ്ങൾ കളഞ്ഞു പോയി കണ്ടുപിടിച്ചിട്ട് എടുത്തിട്ട് കിട്ടണം. നിനക്കാണെങ്കിൽ ഫ്രീ കിട്ടിയെടുത്ത് എന്താണല്ലേ. സോറി ഞാൻ ബാറ്റിൽ വേണമെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറയാം. പറയാം നമുക്ക് കളിക്കാം. എന്നെ ഞാൻ തോപ്പിച്ച് എന്നിട്ട് എൻ്റെയൊക്കെ കുറേ കാശൊക്കെ ഉണ്ടാവില്ല. അത് അടിച്ച് വെച്ചാ എന്താണ് മെയ്യേ. നമ്മളെന്തായാലും നിൻ്റെ കാശ് മൊത്തം ഞാൻ അടിക്കും. ഓളേക്ക് EV സാധനം കേട്ടാ. നമ്മളേക്കുള്ളത് ഇവൻ്റെയൊക്കെ തന്നെ കിട്ടിയ പ്രോസറോക്ക് അതാവോ കൊടുത്തിട്ടുണ്ടാവുക. EV ഒരേ EV തന്നെയാണല്ലോ. ഫ്രിഡ്ജിക്ക് ഹിറ്റ് എന്താണല്ലേ. ഓളേക്ക് ഈ സാധനം ഉണ്ട്. നമ്മളെ വിരുന്നാലും ഓളേക്കാളും പവർഫുള്ളാണ്. നമുക്ക് ടേക്ക് ഡൗൺ വന്നിട്ടുണ്ട്. സ്വിഫ്റ്റ് മാറ്റിയേക്കാം, നല്ല ടേക്ക് ഡൗൺ കൊടുത്തേക്കാം. സ്വിഫ്റ്റിനേക്കാൾ നല്ല ടേക്ക് ഡൗണാണ്. വീരു പവർഫുൾ മാർച്ചോപ്പ്. നീ തന്നെ എപ്പോഴും നീ എന്നെ ജയിക്കൂടെ മോനെ. നീ എന്നെ ജയിക്കും. മാർച്ചോപ്പിനെ തോപ്പിച്ചിട്ട് ഈസി വിസി എന്ന് പറയുമ്പോൾ ഈസി വിസി പറയുമ്പോഴത്തേനും ചത്തു കൊടുത്ത് എന്താണല്ലേ. എണ്ണൊന്നും ഒരിക്കലും പൊക്കി പറയാൻ നിൽക്കുകയോ. ഇതാണ് ഉമ്മാരൊക്കെ. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നല്ല ടഫാണ്. എന്താണ് ഒന്ന് പൊക്കി പറയുമ്പോഴത്തേനും അപ്പം ചാവും.
എന്താണല്ലേ റോക്രാഫ് പിന്നെ 2 ആണല്ലോ അല്ലേ $800 അതാണ് കുറച്ച് പൈസ കണ്ടിടണം എന്നെ തോപ്പിച്ചാൽ നല്ല പൈസ തരണം നിനക്ക് റിച്ച് ആവണം എന്നിട്ട് അത് ചെയ്യണം എന്താണല്ലേ എന്ത് അവിടെ എന്താ ഇവിടെ ഒന്ന് എന്ത് ഇവിടെ സ്കോട്ടിൽ വരാറുണ്ട് അതെ സ്കോട്ടിൽ ഗായ്സ് ഒരു സ്കോട്ടിലിനെ നമ്മളിതുവരെ കണ്ടിരിക്കുന്നു ഞാൻ എന്തായാലും ഇങ്ങനെ എടുക്കട്ടാ ഒരു സ്കോട്ടിൽ കാണാം ബുദ്ധിമുട്ടിയുണ്ട് എന്താണ് 5 ലെവലല്ലേ ഉള്ളപ്പോൾ എന്ന് വിചാരിച്ച് ഒരു പോക്കി ബോൾ ഇട്ട് കൊടുത്താൽ അപ്പോൾ നമുക്ക് മര്യാദക്ക് വരാൻ പറ്റി ഇനി ഇങ്ങനെ പിടിക്കണമല്ലോ റോക്രോഫിനെ തന്നെ പറഞ്ഞേക്കാം വാട്ടർ ഗണ്ണ് പക്ഷേ എൻ്റെ റോക്രാഫിന് പിന്നെ പരിക്ക് വെച്ചിപ്പിക്കുകയാണല്ലോ ടാക്കിള് അധികം പോയില്ല ചത്തിരാവാൻ ഇനിയെങ്കിലും വാടാ പോക്കി ബോളി കയറിങ്ങോട്ട് വാ എന്തിനാണ് ഇത്രയും ജാടൊന്നും കാണിക്കരുത് കേട്ടാ നീ നിക് നെയിം കൊടുക്കണമല്ലോ എന്താ കൊടുക്കുക എന്താ ഷിഹാർ ഞാൻ ഷിഹാറിന് കൊടുക്കാം അവിടെ ഷിഹാർ ഷിഹാർ എങ്ങനെയുണ്ട് നല്ല പേരല്ലേ ചെക്കന് ഷിഹാബ് എന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഷിഹാർ എന്നാക്കി അടുത്ത് നീ എന്താ ഷിഹാബ് എന്ന് കൊടുത്താലെന്നാ അതെന്താ ഇവിടെ ഒരു ട്രീ കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിന്ന് തരുന്നുണ്ട് കേട്ടോ നമ്മളെന്തായാലും അപ്പോൾ കട്ട് ചെയ്യാം ഇതെന്ത് സ്കിറ്റി സാധാ സ്കിറ്റി അല്ല ഒരു ഷൈനി സ്കിറ്റിയാണ് തോന്നുന്നത് ഷൈനിയാണ് അപ്പോൾ നമ്മളെന്തായാലും എടുത്തേക്കാം അങ്ങോട്ട് ഷൈനി സ്കിറ്റിനെ നമ്മളങ്ങോട്ട് എടുത്തേക്കാം നമുക്കങ്ങോട്ട് വേണം നമ്മളങ്ങോട്ട് എടുക്കും അതിനെ എന്താടാ വേറെ കയറി അങ്ങോട്ട് വായ ടീമിക്ക് അത് എന്താണ് വന്ന് ചെയ്യാന്ന് പറഞ്ഞ പോലെ അയാളടുത്ത് ഓക്കെ ബോൾ ഗോ കിട്ടി പിന്നെയും വന്നിട്ട് എന്താണിത് സ്വഭാവം നമ്മൾ മര്യാദക്ക് വിളിച്ചാൽ വരണോ എൻ്റെ പോക്കി ബോൾ വെറുതെ വേസ്റ്റ് ആക്കുക സ്കിറ്റിയെ ഞാൻ ഉപയോഗിക്കുക ഒഴിക്കുക നിന്നെ ഓക്കെ കിട്ടി കിട്ടി അടുത്ത് പേരൊന്നും വേണ്ട എന്തിനാണ് നമ്മൾ നിന്നൊന്നും ഉപയോഗിക്കുക ജസ്റ്റ് ഷൈനിയാണ് തോന്നിയ കാരണം പിടിച്ചത് ഞാൻ എന്തിങ്ങോട്ട് തന്നെ പോവുക ഇനി കാടിൽ കൂടെ പോകണല്ലോ അവിടെ എന്ത് കട്ട് ചെയ്യാണ് എന്തുകൊണ്ട് കേട്ടോ കട്ട് ചെയ്തേക്കാം അവിടെ വഴി എന്തൊക്കെ സാധനം കിടക്കണ്ടേ കിടക്കണ്ടേ എന്ത് അവിടേക്ക് എന്തോ വഴി എന്താണത് അവിടെ വഴി ഉണ്ടാകാൻ അവിടെ അതെന്താ ഒരു വേറൊരു മെഗാസ്റ്റോണെങ്കിലും കിട്ടിയിട്ടുണ്ട് സിസോറായിട്ട് അതൊക്കെ എന്തിനാണ് നമുക്ക് മെഗാസ്റ്റോണാണ് ഇത് മറ്റേ സാധാരണ നമുക്ക് ഓരോ പോക്കിമോണെന്ന് വെച്ചിട്ട് ഇനി മെഗാസ്റ്റോൺ കേട്ടോ ഞാനിത് വേറെ കളിച്ചുള്ളതിലൊക്കെ ഏത് മെഗാസ്റ്റോൺ ഏത് പോക്കിമോണിനും ഉപയോഗിക്കാം ഇതങ്ങനെയല്ല ഓരോ പോക്കിമോണിനായത് അങ്ങനെയാണ് മെഗാസ്റ്റോണ് അത് നല്ല ബുദ്ധിമുട്ടാവും എൻ്റെ ബാക്കിയുള്ള പോക്കിമോണൊന്നും മെഗാ എവല്യൂഷൻ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ തോന്നിയ പല പോക്കിമോണും എന്താണല്ലേ അതിൻ്റെ മെഗാസ്റ്റോൺ കിട്ടിയെങ്കിൽ പക്ഷേ അത് നല്ലൊരു ബുദ്ധിമുട്ടാണല്ലോ ഞാനപ്പോൾ എന്താ ചെയ്യുക ലേഡി ബാ പോ ഞാൻ പോണ് ഇതെന്താ ഇനി പേര് അത് ഞാൻ ശരി വെറുതെ റീഡ് ചെയ്യാൻ നോക്കി റീഡ് ചെയ്യേണ്ടി കഴിഞ്ഞില്ലത് ഒന്ന് വേഗം നിർത്തരേ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അതെവിടെ റൂട്ട് 4 അതെ ഞാൻ അങ്ങോട്ട് പോയേ അവിടേക്കല്ല ഇനി അങ്ങോട്ട് പോകണ്ട പിന്നെ വൈൽഡ് പോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അനാശായിട്ട് അപ്പീർ ചെയ്യാം എന്താണല്ലേ ഇത് അവളോട് അതാ പോയി ഇനി എന്തായാലും പോയി ഗായ്സ് ഇയാളെ പിടിച്ചു നിർത്തണോ പിടിച്ചിരുന്നു ഇയാളിട്ടാ ഈക്കോ എന്താണ് ഫെയില് എന്തായാലും ഇയാളെ പിടിച്ചു അയാളിതാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടാ പോണ്ടിയേ ശരി നോന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ അറിയാതെ പറഞ്ഞതാടാ അയാൾക്ക് ഇങ്ങോട്ട് വാടാ ഇത് എന്തിനാണ് ഇത്രയും ഇങ്ങനെ സംസാരിക്കണേ ഒരു NCP അല്ലേ സാധാ NCP നിങ്ങളങ്ങോട്ട് അങ്ങോട്ട് ആന്ന് പറഞ്ഞൂടെ അപ്പോൾ തന്നെ നമ്മൾ കുറേ സംസാരിക്കുക വേണം ഡാർലിംഗ് എന്ന് പീക്കബു എന്താണ് ഡാർലിംഗ് പീക്കബു
എന്താണ് അതാരെ വിളിക്കണ്ടത് എന്നെ? ഓ ഡാഡ്, അയാൾക്ക് ഈ ഇറസ്പോൺസിബിൾ ഡാഡിന് വേറൊരു പണി ചെയ്യേ. അയാൾക്ക് ലോകത്തുള്ള എല്ലാവരായിട്ട് കണക്ഷൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് അതേറ്റ് മോനെ എന്തെങ്കിലും കൊടുക്കുമോ? എന്ത് വലിയ ഇറസ്പോൺസിബിൾ ഫാദറാണ്. നമ്മളിതാ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഡേവൻ എന്തോ ഡേവ്ഫോർഡ് അങ്ങനെ എന്തോ പറഞ്ഞ സിറ്റിയിലോട്ടാ. എന്തായാലും നമ്മൾ പോക്കിമോൺ സെൻറ്ററിൽ പോയത് പോക്കിമോണൊക്കെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യട്ടെ ആദ്യം. സമ്മൺസ് സമ്മൺസ് പി സിയാണ് എൻ്റെ പി സിയാണ് അതൊക്കെ. ആദ്യം നമ്മൾ കളയേണ്ടി പോക്കിമോൺ വിൻപോഡ്. എന്നിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, വിൻപോഡിനെ കളഞ്ഞ് എന്നിട്ട് നമുക്ക് ഒക്കെ ഹീൽ ചെയ്യണം കേട്ടോ. ഹീൽ ചെയ്ത് എങ്കിൽ കുഴപ്പമാവും. എന്തായാലും ഹീൽ ചെയ്യാണ് നമ്മൾ കേട്ടോ. താങ്ക് യു ഫോർ വെയിറ്റിങ്. വേഗം വേഗം ഹോപ്പ് ടു സീ അഗൈൻ. ഈ പോക്കിമോണിന് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരണമെന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോൾ ഹോപ്പ് ടു സീ യു അഗൈൻ എന്ന് പറഞ്ഞിട്ട് എവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം പോവുക? അതെന്താ ഇവിടെയൊക്കെ പോവാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. എന്തിനാണ് ഇത്രയും കുറേ അനാവശ്യ മരങ്ങൾ ഇവിടെ കൊടുന്നിട്ടിരിക്കണ്? ഇതെന്ത് പറയാ, സെയിൽ ചെയ്യാണ് ആളാ. അവിടേക്കൊന്നും പോകാനും സ്ഥലമാർ. എന്തൊരു കഷ്ടം. നമ്മളിത് അവിടേക്ക് പോവാം. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, വെറുതെ അനാവശ്യമായിട്ട്. എന്തൊരു കഷ്ടം. ഡ്രാഗൺ ബ്രീത്ത്, ഗുഡ് ഡ്രാഗൺ ബ്രീത്ത്. തീർന്നാട്. ഇനി എന്തായാലും ഡിഫൻസ് കുറവായി. എന്താണ് ഹാർഡൻ? എന്താണ് ഹാർഡന് കാരണം പിന്നെ സ്ക്രാച്ച് ഒരൊറ്റ സ്ക്രാച്ച് ചെയ്ത് ഇരുന്ന് കൊടുത്ത് ഗൈസ്. ഇനി എന്താ ഞാൻ ഷിനാറ് ലെവലപ്പായുണ്ട്. ഷിനാറ് ലെവലപ്പായി 7, 8, 9. ഒറ്റയടിക്ക് എത്ര പോലെ ലെവലാണ് ഷിനാറെ അവനെ നീ ലെവലപ്പായ. ഇനി എന്താ ഇപ്പോൾ 480. അത്ര നല്ല പൈസ തന്നതിന് നല്ല സ്വഭാവമുള്ള ആളാട്ടാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളിനിപ്പോൾ കിങ്ങിനെ മാറ്റിയാണ്. ഇത് ഇവിടെയൊക്കെ വാട്ടർ ടൈപ്പ് പോക്കിമോണാവും എന്താന്ന് തോന്നുന്നത്. അപ്പോൾ കിങ്ങിനെ മാറ്റിയാണ്. വാട്ട് യു പ്രിഫർ? അന്നൊക്കെ എനിക്ക് എന്താ അറിയാം. ഞാൻ പറയണ്ടേ വാക്ക് എൻ്റെ കൂള്. അത് നമ്മളെ ഫാൻറ്റത്തിന് തന്നെ ഇതാക്കണ്ടേ. അവന് ഗ്രാസ് ടൈപ്പ് കൊടുക്കും, ഒറ്റയടിക്ക് എല്ലാവരും തീർത്തോളും. ഇനി ഏതാ സ്കെർല? അതൊക്കെ ഏത് ടൈപ്പ് പോക്കിമോ? ഇനി ഏതാ പോക്കിമോണൊക്കെ? ഷിനാറ് പിന്നില്ല ലെവലപ്പായോണ്ടേ ഇരിക്കുക. ക്ലോഞ്ചർ ഏതൊക്കെയാണ്? ക്ലോഞ്ചർ എന്ത്? പിന്നെ നമ്മളെ ഫാൻറ്റം വാട്ടർ ടൈപ്പ് ഇനി ഇവിടെ ഇവൻ റൂൾ ചെയ്യാൻ പോവാട്ടാ. ഫാൻറ്റം റൂൾ എങ്ങനെയാവും? വാട്ടർ ടൈപ്പ് പോകിൻ്റെ അതിലൊക്കെ ബൈറ്റ് കൊടുത്തേക്കാം വേഗം. വാട്ടർ ടൈപ്പ് പോക്കിമോണിൻ്റെ അതിലൊക്കെ ഇപ്പം റൂൾ ചെയ്യാൻ പോവാ. റൂൾ ചെയ്യും മോനെ. യുവർ റൂൾ ഡ്രൈവ് റൂൾ റാംബേജ്. അവിടെ എന്താ? അവിടെ എന്തോ ഉണ്ടല്ലോ, അങ്ങോട്ട് പോകാനും പറ്റൂല. അയാളവിടെ സംസാരിക്കണേ. അവിടെ എന്താ? ഏതത് പോക്കിമോൺ? എന്ത് ഡബിൾ മറ്റേ ഇത് ബ്രോക്കിൻ്റെയൊക്കെ ഉണ്ടാവാറല്ലോ പോക്കിമോണല്ലേ? അതന്നെ. ഇതെന്ത് അതൊക്കെ അറിയാം. ഇവിടെ റിട്ടാണ്. ഇവിടെ പകൽ പോലെ വെളിച്ചതായിരിക്കണേ. ഹെൽപ്പിങ് ഔട്ട്. അയാൾ ഞാൻ വെറുതെ ഇങ്ങനെ കുറേ സംസാരിക്കണുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഗുണം ഉണ്ടാവും. അയാൾ നല്ലൊരു സാധനം തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. എന്തായാലും നല്ല സാധനം തരുന്നുണ്ടേ. അപ്പോൾ കുഴപ്പമില്ല. എന്താണ് വഴി ഈർത്ത് പ്ലേറ്റാ? ഇതുപോലെ 17 പീസ് ഞാൻ കണ്ട്. എന്തൊരു കഷ്ടപ്പാടാണ്. അവന്മാർക്കൊന്നും വേറെ പണിയേ. ലെറ്റർ നിനക്കുള്ള ലെറ്റർ തന്നെ. വേറെ ആർക്കാ ഇങ്ങനെ നീന്ന് വിചാരിച്ചേ? വേറെ ആർക്കാന്നാ വിചാരിച്ചേ?
ആ ടീം അതെന്തായാലും അവിടെ സ്റ്റീലിങ് നല്ലൊരു ടീമാണ്, നിനക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതല്ല. അപ്പോൾ എന്തായാലും പോക്കിമോൺ എടാ ഞാനൊരു വളരെ പവർഫുൾ പോലെയല്ല, അപ്പോഴത്തേനും ഞാൻ പോക്കിമോൺ ചാമ്പ്യനൊക്കെ ആവുമെന്ന് പറയും. എന്താണ് ഇത്, ഇതൊക്കെ പവർഫുള്ളല്ലേ, ഇങ്ങനെ അവളെ തള്ളരുത്, അവളെ പൊക്കിയാക്കരുത് കേട്ടാ, പൊക്കല്ലേ, അധികം പൊക്കിയാൽ പണിയാണ് മോനെ നമ്മളെ തന്നെ. ഇനി ഏതാ അവിടെ വേറെ പോക്കിമോണൊന്നും നോക്കിയേ ഉണ്ടാവാറുണ്ടല്ലോ, നമുക്ക് നോക്കാൻ വന്നിട്ട്. ഇനി നമുക്ക് എങ്ങണ്ടാ ഇവിടുന്ന് പോവുക, ഇനി ആ വീട്ടിൽ കയറാം ആദ്യം. ഞാൻ അവനോട് എന്താ സംസാരിക്കാൻ, അവനെന്താണ് ഈ പറയണേ? ആ വെൽഹോം അതെന്താ ഇപ്പം വെൽഹോം ഇത് എന്ത് ഹോട്ടസ്റ്റിങ്ങാ, എന്തൊക്കെയാണ് ഈ പറയണവ? ഹിപ്പ് എന്ത് സാധനം അത്, എന്താണത്? എനിക്കൊന്നും മനസ്സിലാവണയ്യ, നിനക്ക് മനസ്സിലാവണ്ട? ഞാൻ എന്തൊക്കെയാണ് അങ്ങനെ ആവശ്യം അങ്ങോട്ട് അടിച്ചിട്ടേക്കാം, എന്നോട് എന്തോ ചെയ്യാം. എഗ്ഗ് വെല്ല് അങ്ങനെ ഉണ്ട്, നിനക്ക് എന്തൊക്കെയാ സാധനം വേണമെന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെയാ അടിച്ചേക്ക് എന്നേക്ക് സമയം കളയാനുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ മതി നിനക്കൊക്കെ, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. അതെ എഗ് അയ്യോ, ഞാൻ ജസ്റ്റ് എന്താ അടിച്ചേച്ച് അത് ഇത്രവന്മാരൊക്കെ അങ്ങോട്ട് എപ്പത്തിന് അറിഞ്ഞ അയാളിതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഓടുകയല്ലോ വീട്ടിൻ്റെ ഉള്ളിൽ, അപ്പോഴത്തേനും ഇത് പോപ്പുലറായ എഗ് വെല്ല എഗ് ഹോം ഞാൻ അടിച്ചിട്ട് അനാവശ്യം അപ്പോഴത്തേനും പോപ്പുലറായി. എന്താണല്ലേ, എന്താണ് പറയുക അപ്പം ഇതിനൊക്കെ, എന്താണ് പറയുക ഞാനിതിനൊക്കെ? ഞാൻ അടിച്ചു വെച്ച അനാവശ്യം അപ്പോഴത്തേനും പോപ്പുലറായടുത്ത്. നീ എന്തത് ഇതെന്ത് അവന്മാരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, ഞാൻ ഇവിടുന്ന് പോവുക. ഈ വീട്ടിൽ ഒരു കാര്യം ചെയ്യാം, കുറേ അനാവശ്യ ചാലി കോമഡി അടിക്കണോ പറയാം ഞാൻ അവിടെ. ഇവിടെ എന്താ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ ഇത് ജിം ലീഡർ അല്ലേ, അത് ജിം ലീഡറെ പൊക്കിക്കൊണ്ടിരിക്കണ സാധനം കേട്ടാ, പൊക്കിക്കൊണ്ടിരിക്കവന്മാർ ഇതെന്താടാ അവൻ വല്ല കൾട്ട് ലീഡറാ ഐഡലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ K-pop ഐഡലാ അസീൽ കാഫർ? ഇതെന്തേലും ഇവനായിട്ട് സംസാരിച്ചതിൽ എന്തേലും ഗുണമുണ്ട്, സാധനം എന്തേലും കിട്ടിയല്ലോ ഓസിന്. അതേലും NCPകൾ അവസാനം എന്തിനാടാ ഒരു കാര്യം ചെയ്യാതെ കുറേ NCPകൾ എന്തേലും സാധനമൊക്കെ തരികയാണെങ്കിൽ കുഴപ്പമില്ല. എന്ത് പാച്ചിരാസ് ഒരു കാര്യം ചെയ്യാം, എന്ത് എന്താണ് അപ്പോൾ പാട്ട് ഹാപ്പിനെസ് അതൊക്കെ നമുക്ക് എന്തിനറിയണം. ഇവിടേക്ക് പോകാനും സ്ഥലമില്ലേ. ഇനിയിപ്പോൾ എന്താണ്, എനിക്ക് അവിടെ പോയിട്ട് ഇവിടെ എപ്പോഴും റീല് കിട്ടുമെന്ന് ഞാൻ കണ്ട്, റീല് ഇവിടെ കിട്ടാറുണ്ട്, അത് നോക്കി നോക്കട്ടെ. റോക്ക് ആൻഡ് റോൾ അല്ല റീല് വേണം, ഇഷ്ടമാണ്. എൻ്റെ മെയിൻ ഒരു പോക്കിമോണായിട്ട് ഞാൻ വേണം വെക്കുന്നുണ്ട്. അവനൊരു നല്ല ഫൈറ്റിംഗ് ടൈപ്പ് പോക്കിമോണല്ലേ. വാടാ എന്ത് മങ്കി ദില്ലൂഫി ഇതേപോലെ മങ്കി എന്താടേ വാടാ അല്ലെങ്കിൽ വെറുതെ നമ്മളെ വൈൽഡ് പോക്കിമോൺ ഒരു അനാവശ്യം ഒരു കാര്യം ചെയ്യാണ്ട് വരും. ഇപ്പോൾ ഒന്നും വരും മാച്ചപ്പ് ഒക്കെ നിന്നൊന്നും വേണ്ട, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, ആൾക്കൊന്നും വേണ്ട, ഇതും വേണ്ട ഫെനിക്കിന്. വൈൽഡ് ഒരു സ്റ്റാർട്ടർ പോക്കിമോൺ വെറുതെ വന്നിക്കണേ കണ്ടാ, അല്ലെങ്കിൽ ഒരിക്കലും വരും കേട്ടോ ഗായ്സ്. ഇത് എന്ത് കണ്ട വന്നിക്കണേ? ഗായ്സ് അവസാനം കിട്ടിയിട്ടാ റീല് കിട്ടിയെടുത്ത് ഇവനാ നമുക്ക് കിട്ടിയെടുത്ത് ഷിനാറെ അവനേട്ടൻ കൊന്നാന്ന് ഇനി ഞാൻ കൊല്ലൂട്ടാ, പറഞ്ഞാ വേണ്ട ഷിഹാറെ ഇനി ഞാൻ കൊല്ലു. അവനെ ചെറുതായിട്ടൊന്ന് ഡാമേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഇനി ഞാൻ തീർക്കും. അവനേട്ടൻ ചത്ത. എന്തായാലും നീ പറഞ്ഞ കാര്യം നല്ലപോലെ ചെയ്തല്ലോ. പോക്കിബോൾ ഗോ, പിടിക്കോ പിന്നെ ഒന്നും ഗോ പോക്കിബോൾ പിടിക്കോ പിന്നെ ഇതെന്താണ് ഒക്കെ ഓൾമോസ്റ്റ് ഉണ്ട്. എന്താണ് നീ പിടിക്കോ ഗോ പോക്കിബോൾ ക്യാച്ച് ഗോച്ചാ ആൻഡ് റിലു ഹാസ് ബീൻ കോട്ട് ഗൈസ്. എങ്ങനെയുണ്ട്? ഇനി എന്താ പേരടിക്കുക? എംബറർ. ഞാനിവനൊരു എംബറർ ആക്കാൻ പോവാ. സ്പെല്ലിങ് എന്താ? PRE
ഓ ശേ 6 ഈ ഉണ്ടാഞ്ഞില്ലേ അവിടെ ഞാൻ ഒരു ഈ ഉണ്ടാഞ്ഞ അത് മറന്നെടുത്ത് അതിൻ്റെ ഇടയിൽ ഇതെന്ത് ആരോണ് നല്ലൊരു പോക്കിമോണാ വേണ്ടെന്നാലും എൻ്റെ ഒരു ഓൾറെഡി ഒരു റോക്കൺ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതെന്താ മേവില്ല, ഇതൊക്കെ ആർക്ക് കണക്ക് വേണ്ടട്ടെ ഇതൊന്നും ഞാനത് ഉപയോഗിക്കാറില്ല. എനിക്കിതൊന്നും വേണ്ട. ഇനി അതാ ഗായ്സ്, ഇനി നമുക്ക് എന്താണ് ജിമ്മി ഒന്ന് പോയോക്കാം. ജിം എന്താ ചാമ്പ്യൻ ഇവിടെ ജിമ്മിൻ്റെ ഇതെന്താ ഫൈറ്റിംഗ് ടൈപ്പ്. അപ്പോൾ നോർമൽ ടൈപ്പ് ഒന്നും ഇനി കളിക്കാൻ പറ്റുകയെ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഗായ്സ് ഇവിടെ നോർമൽ ടൈപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ പോക്കിമോണൊക്കെ വളരെ കാരണം ജിമ്മൊക്കെ നല്ല ടഫാണ്. കഴിഞ്ഞതിൻ്റെ തന്നെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നല്ല പവർഫുള്ളാക്കണം. അപ്പം ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പോയിട്ട് എൻ്റെ പോക്കിമോണൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ആദ്യം ആരൊക്കെ ചേഞ്ച് ചെയ്യാം? വിരൂനെ മാറ്റാം. പിന്നെ വിരൂനെ മാത്രമല്ല വിരൂനെയും മാറ്റണോ? പിന്നെ അവനും മാറ്റാം, കിരീട്ടനെയും മാറ്റാം. എന്നിട്ട് വിരൂനെ അങ്ങോട്ട് തിരിച്ചിടാം. എന്നിട്ട് റിലോനി എംബറിന് വിരൂനി എടുത്തിടാം. കിരീട പോട്ടെ, ഒക്കെ നോർമൽ ടൈപ്പ്, ഒരു കാര്യം ഉണ്ടാവില്ല എന്തായാലും. പിന്നെ അടുത്ത ജിമ്മിഞ്ഞ് ഇവന്മാരൊക്കെ ഒന്ന് പവർഫുള്ളാക്കണം. അത് പക്ഷേ ഈ ഗായ്സ് ഈ വീഡിയോ ഉണ്ടാവുക നമ്മുടെ 3rd വീഡിയോയിൽ ഉണ്ടാവുക. നമ്മൾ അടുത്ത 4th എപ്പിസോഡിലേ ഇനി ഉണ്ടാവുള്ളൂ. അവരൊക്കെ നല്ല 4th എപ്പിസോഡിലേ ഇനി അതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് HP നമ്മളെ SP ഫാർമിങ്ങൊക്കെ ചെയ്ത് 4th എപ്പിസോഡിൽ വരും. അപ്പോൾ അത് വരുന്നവരേക്കും നിങ്ങളിനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇനി വരുന്നതുമായി, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ഗായ്സ്.